കാര്യമൊന്നും മിണ്ടാത്തെ? കുട്ടേട്ടാ, ആളെവിടെ? അത് ഒരു സംഭവം ഉണ്ടായി. ആരോ കരുതിക്കൂട്ടി ചെയ്തതാ. കടക്കകത്തുനിന്ന് പോലീസുകാർ കുറച്ച് ലഹരി സാധനങ്ങൾ കണ്ടെടുത്തു. അത് കണ്ണൻ മനഃപൂർവ്വം കൊണ്ടുവച്ചാന്നും പറഞ്ഞ് പോലീസുകാർ കണ്ണനെ കൂട്ടിക്കൊണ്ടുപോയി. അല്ല, ഇനി നീയും കൂടെ അറിഞ്ഞിട്ടാണോ ഈ കച്ചവടം തുടങ്ങിയത്? ഞങ്ങളുടെ കണ്ണേട്ടൻ പാവോ, അത് ഞങ്ങളുടെ നാട്ടുകാരോട് ചോദിച്ചറിയാം. ഇപ്പൊ തന്നെ ആവശ്യത്തിലധികം പണിയെടുക്കാനുണ്ട്. പിന്നെയാണ് നിന്റെ നാട്ടുകാരെ തേടി വരാൻ പോകുന്നത്. സാറേ, ഇവർക്ക് കണ്ണനെ ഒന്ന് കാണണം. അതെ, ഇവിടെ കിടന്ന് നിലവിളിച്ചിട്ട് കാര്യമില്ല. റിമാൻഡ് ചെയ്ത് കൊണ്ടുപോയില്ലെങ്കിൽ ആ സത്യസന്ധനെ കോടതി വെച്ച് കാണും. ചെല്ല്, വേഗം കോടതിയിലേക്ക് ചെല്ലും. സാർ, ഞാനൊന്ന് അവരോട് സംസാരിച്ചോട്ടെ? പിടിച്ചോണ്ട് പോടോ. ഞാൻ പറഞ്ഞില്ലേ, ഇതാരും മനഃപൂർവ്വം ചെയ്തതാ. അത് നമ്മുടെ സമയദോഷമാണെന്ന് കരുതിയാൽ മതി. ഇല്ല മോളെ, കരയല്ലേ. അധിക ദിവസം കിടക്കേണ്ടി വരില്ല പവിത്ര. കൊച്ചിനെ ഒന്നും അറിയിക്കില്ലേ? മോളെ കൊണ്ട് വേഗം പോകാൻ നോക്ക്. എല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് നിങ്ങൾ ഞങ്ങളെ സഹായിക്കുവാണ്? സങ്കടത്തോടെ കൂടെ കൂട്ടുവാണോ? എന്നോട് സ്നേഹം കാണിച്ചപ്പോഴൊക്കെ ഞാൻ വിലക്കി. എന്നെക്കാൾ കൂടുതൽ കണ്ണേട്ടനും. അതിന് മനഃപൂർവം. അത് ഞാൻ ചെവി അറിയാതെ വീട്ടിലെത്തിയിരിക്കും. നല്ല കാലത്ത് ചിലർക്ക് നല്ല ബുദ്ധി തോന്നൂല. മുതലാളിയുമായിട്ട് ഒട്ടി നിന്നിരുന്നെങ്കിൽ അവന്റെ ജാതകം തന്നെ മാറിയനെ. അകലെ മാറി നിന്ന് വെല്ലുവിളിച്ചിട്ട് ജാതകം മാറ്റി എഴുതാനായിരുന്നു അവന് യോഗം. ഓക്കെ, വൈകിട്ട് ക്ലബ്ബിൽ വെച്ച് കാണാം. ഓക്കെ, ശരി. ഓക്കെ. ഇടയ്ക്ക് ജയിലോട്ടൊക്കെ ഇറങ്ങ്. അവിടെ അനന്തരവനെ കാണുന്നത് സുഖമുള്ളൊരു കാഴ്ചയാണല്ലോ. അതിനു മുമ്പ് ഞാൻ അവന്റെ തറവാട്ടിലോട്ടൊന്ന് ചെല്ലട്ടെ. ഈ സംഭവം അറിയാത്തവരെയൊക്കെ ഒന്ന് അറിയിക്കണം. അറിഞ്ഞവരുടെയൊക്കെ സങ്കടവും എനിക്കൊന്ന് കാണണം. ഒരു രക്ഷയുമില്ല. ജാമ്യം കിട്ടത്തില്ലെന്ന് ആ എസ്ഐ തറപ്പിച്ചു പറഞ്ഞു. എനിക്കിത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. കാരണം കണ്ണൻ ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. ചേച്ചി, ചില സ്ത്രീകൾ തലയിലായി പോയാൽ ആണുങ്ങൾക്കില്ലാത്ത ശീലങ്ങളൊക്കെ വരും. അവര് ചെയ്യാൻ പാടില്ലാത്തതൊക്കെ ചെയ്യും. എന്നിട്ട് എന്താ മോനെ നീ ഇതെന്നോടൊന്നും പറയാഞ്ഞത്? പറഞ്ഞിട്ട് എന്തിനാ അമ്മേ? അമ്മ കുറെ സങ്കടപ്പെടും. അല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. നീ പറഞ്ഞത് ശരിയാടാ കരുണ. അവളുമാര് കണ്ണന്റെ കാലക്കേടാ, ഈ കുടുംബത്തിന്റെയും.
നോക്കണ്ട ചേച്ചി. കണ്ണനെയും കൊണ്ടല്ല അവർ വന്നിരിക്കുന്നത്. പകരം വേറൊരുത്തനുണ്ട്. അവൾക്ക് അവനാ ചേർച്ച, കൃഷി ഓഫീസർ. ദേ നോക്ക്. ചേച്ചി ചേച്ചി കരുണ, ഇന്ന് നേരം പുലർന്നപ്പോ തൊട്ട് അവന്റെ മുഖത്ത് ഒരു തെളിച്ചമില്ലായിരുന്നു. ഉണ്ണി നിന്റെ വീട്ടിൽ വന്നതിന്റെ ദഹനക്കേടാണെന്നാ ഞാൻ കരുതിയേ. അതല്ലെന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. പോലീസ് പിടിച്ചോണ്ട് പോകുന്ന അവന് നേരത്തെ വിവരം കിട്ടി കാണും. അതുകൊണ്ടാ അവനെ ആദ്യം പിടിച്ചു നടന്നത്. ആ സമയത്തും അവര് കൂട്ടുപിടിച്ചത് ആരെയാണെന്ന് ചേച്ചി കണ്ടോ? ഇതിലൊക്കെ ഇടപെടാൻ ആ കൃഷി ഓഫീസർക്ക് ഈ വീടുമായിട്ട് എന്താ ബന്ധം? അങ്ങനെ തന്നെയാ വേണ്ടത്. ഞാൻ കഴിഞ്ഞുപോയ സംഭവങ്ങൾ വെച്ച് ചോദിക്കുക, ഉണ്ണി കാർത്തികയെ സ്വീകരിക്കോ? ഇല്ലെന്ന് എന്റെ മനസ്സ് പറയുന്നു. ഉണ്ണിയുടെ അങ്കളുടെ സംസാരവും ആ സംശയം ബലപ്പെടുത്തുന്നുണ്ട്. എന്താണെങ്കിലും ശരി, കാർത്തിക ഉണ്ണിയും തമ്മിൽ ഒന്നിച്ചില്ലെങ്കിൽ, അനിയൻ ചേട്ടനോട് നന്ദിയേട് കാണിക്കുവാണെങ്കിൽ, കാർത്തികയെ കാത്തിരിക്കുന്ന ഒരാളുണ്ടെന്ന് പപ്പേട്ടൻ പറയണം. നിങ്ങളടുത്ത സുഹൃത്തുക്കളല്ലേ? അതുകൊണ്ട് പപ്പേട്ടന്റെ വാക്കുകൾക്ക് കണ്ണേട്ടന്റെ മുമ്പിൽ വിലയുണ്ടാവും. ദൈവങ്ങളെ, വിഷം തീണ്ടിയിട്ട് എനിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ലായിരുന്നു. എന്തിനാ എന്റെ കണ്ണേട്ടിന് ഈ വിധി കൊടുത്തത്? എല്ലാ ആയില്യത്തിനും കണ്ണേട്ടിനൊപ്പമല്ലേ ഞാൻ 100 പാലും തന്നത്? എന്നിട്ടും എന്തിനായിരുന്നു ഇങ്ങനെ? അടുത്ത ആയില്യത്തിന് മുമ്പെങ്കിലും എന്റെ കണ്ണേട്ടിനെ തിരികെ എത്തിക്കണേ. എന്റെ നാഗരാജാവേ, നാഗയക്ഷിയമ്മേ. എനിക്കൊന്നും വേണ്ട പവിത്രടുത്തി. ഞാനിവിടെ രാധിക പറ്റാണെങ്കിൽ ഇവിടെ നിന്ന് ഇറങ്ങി പോവാനും തയ്യാറാ. പക്ഷേ കണ്ണേട്ടം പുറത്ത് വരണം. ഉണ്ണിയോട് കരഞ്ഞു പറഞ്ഞു. അവന് വിഷമമുണ്ടെങ്കിലും തൽക്കാലം ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നാ പറയുന്നത്. ഉണ്ണേട്ടന് ശരിക്കും വിഷമമുണ്ട്. അതെന്താ മോള് അങ്ങനെ ചോദിച്ചേ? എന്റെ അടുത്ത് ആര് കരഞ്ഞാലും കാർത്തു നിന്റെ മോളല്ല, നിന്റെ പെങ്ങളും അല്ല. എന്നാലേ വിജിത എന്റെ മോളാടാ, എന്റെ മോള്. അച്ഛന്മാര് ജീവിക്കുന്നതേ മക്കൾക്ക് വേണ്ടിയാ, അല്ലാതെ അന്യ പെൺകുട്ടികൾക്ക് വേണ്ടിയല്ല. അത് നിനക്കറിയില്ലെങ്കിലും എനിക്കറിയാം. അതുകൊണ്ട് അവളുടെ ആഗ്രഹം ഞാൻ നടത്തിയിരിക്കും. എന്നാ പിന്നെ മാമൻ പോയിട്ട് വരട്ടെ. കണ്ണേട്ടനെ കള്ളക്കേസ് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇത് അവന്റെ ഡ്രാമ തന്നെയാ. തെറ്റ് ചെയ്തിട്ട് എല്ലാവരുടെയും മുന്നിൽ നല്ലവനാവാനുള്ള ശ്രമമായിരുന്നു അവന്റേത്. അങ്ങനെയാണെങ്കിൽ അവനും അവളും ഒരുമിച്ച് ജീവിക്കട്ടാ. നീ നിനക്ക് അർഹതപ്പെട്ട പെണ്ണിനെ എത്രയും വേഗം കൂട്ടിക്കൊണ്ടുവരാൻ നോക്ക്. നീ എന്ന് തൊട്ടപ്പോൾ പൊട്ടിത്തെറിച്ചവൾ നിന്നെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടാവില്ല.
നിന്നെ കാത്തിരിക്കുന്നത് അവളാടാ, നിന്റെ മുറപ്പെണ്ണ്. അവൻ ആരാണെന്നൊക്കെ നാട്ടുകാർ മുഴുവൻ അറിഞ്ഞു. ഇനി പത്രക്കാരും അതൊന്ന് ആഘോഷിക്കും. അവൻ ഉടനെ എങ്ങാനും പുറത്തിറങ്ങാതിരുന്നാ മതിയായിരുന്നു. അവൻ ഇറങ്ങത്തില്ലടി. അതിന് വേണ്ട ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഉണ്ണി വന്നിരിക്കുന്നു ചോദിക്കുമ്പോ അത് കഞ്ചാവ് കേസിലെ പ്രതിയുടെ അനിയനാന്ന് പറയാൻ ആളുണ്ടല്ലോ. ആ കൃഷി ഓഫീസർ കണ്ണേട്ടനെ കള്ളക്കേസ് കുടിക്കതാണെന്നൊരു സംശയം. ഞാൻ ഒരു ദിവസം അവനെ കാണാൻ പോയപ്പോ കണ്ണനെ കുറിച്ചുള്ള സംസാരം അത്ര പോരായിരുന്നു. കർഷകനായ കണ്ണൻ ഒരു കൃഷി ഓഫീസറോട് ഇടയാത്തതാണ് നല്ലതെന്ന് പറയാൻ പറഞ്ഞു. അപ്പോഴേ എനിക്കെന്തോ അപകടം മണത്തിരുന്നു. അവനെന്തിനാ അത്തരക്കാരുമായി ഇടയാൻ പോകുന്നത്? കാർത്തൂന് ആ കൃഷി ഓഫീസറെ ഇഷ്ടമാണ്. അപ്പോ അവൾ എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു പോട്ടെന്നല്ലേ മോൻ ചിന്തിക്കേണ്ടത്? മോള് ഉണ്ണിയെ വിളിച്ചോണ്ടുപോയി ഒന്ന് ആശ്വസിപ്പിക്കും. ചെല്ലു മോളെ. ഉണ്ണേട്ടാ വാ, വാ ഉണ്ണേട്ടാ. ഓ എന്റെ പൊന്നു സുധേ, എല്ലാം ശരിയായി വരുന്നുണ്ട്. ജയിലിനകത്തെ മറ്റവന് വലിയ സുഖമൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല. അവിടെയും അവന്റെ മേല് നോവിക്കാൻ വാർഡന്മാരുണ്ട്. മര്യാദ പഠിച്ചിട്ടേ അവനിനി പുറത്തേക്ക് വരൂ. അതിനു വേണ്ട കളിയൊക്കെ ഞാൻ കളിക്കുവേടി. നല്ല കച്ചവടമുള്ള കടയായിരുന്നു. അത് പഴയ പടിയാവണം. വൈകുന്നേരം കണക്ക് പവിത്ര ഏൽപ്പിച്ചാ മതി. അതിന് കണ്ണേട്ടന്റെ അമ്മ സമ്മതിക്കോ? അവരാ സമയത്ത് ഉറഞ്ഞു തുള്ളില്ലേ? ഇത്രയും നാള് തലയെടുപ്പോടെ നല്ല അന്തസ്സോടെ തന്നെയല്ലേ കണ്ണൻ ജീവിച്ചത്. അങ്ങനെയുള്ളവരുടെ തലയൊന്ന് താഴുമ്പോ ചവിട്ടി താഴ്ത്താനും ആൾക്കാരുണ്ട്. ഇന്നലെ വരെ ചെയ്തതൊക്കെ ഇന്ന് മറക്കുന്ന നാട്ടുകാര്. മിതമായ വിലയ്ക്ക് വിഷാംശമില്ലാത്ത ഭക്ഷ്യവസ്തുക്കൾ കൊടുത്തിരുന്ന ഒരു പാവ മനുഷ്യനെയാ ഇപ്പൊ തള്ളി പറഞ്ഞിരിക്കുന്നു. അല്ല, നാട്ടുകാരെ പറയണ്ട, ഡോക്ടറായ അനിയനും അങ്ങനെ തന്നെ. എന്തായാലും നമുക്ക് ഇന്ന് തന്നെ കട തുറന്നൊന്ന് വൃത്തിയാക്കാം. കാണാൻ വേണ്ടി വന്നു. ഞാൻ ആ കട റെന്റിന് കൊടുത്തതേ പേരുദോഷം കേൾപ്പിക്കാനല്ല. കണ്ണനിൽ നിന്ന് ഞാൻ ഇങ്ങനെയൊന്നുമല്ല പ്രതീക്ഷിച്ചത്. ചാക്കോച്ച അങ്ങനെ പറയരുത്. നിങ്ങൾ പോലും എല്ലാ സാധനങ്ങളും വാങ്ങിയിരുന്നത് ആ കടയെന്ന്. കണ്ണന്റെ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിയ മനസമാധാനത്തോടെ പാകം ചെയ്ത് കഴിക്കാന്നും പറഞ്ഞു. അതന്ന് കണ്ണൻ ജയിൽ പുള്ളി ആകുന്നതിന് മുൻപ്. ഇന്ന് അതല്ല സ്ഥിതി. ജയിലിൽ കിടക്കുന്ന ക്രിമിനലിന് കട കൊടുക്കാൻ പറ്റില്ല. ഇത് നിങ്ങളുടെ മാത്രം തീരുമാനമാണോ അതോ കാവശ്ശേരി കരുണന്റെ കൂടെയോ? അതേപ്പറ്റി വിശദീകരിക്കാൻ എനിക്ക് നേരമില്ല. ഒരു മാസത്തെ കുടിശ്ശിയോ അത് ഞാൻ അഡ്വാൻസ് പിടിച്ചോളാം. ഇത് കാവശ്ശേരി കർണന്റെ കളി തന്നെ. അമ്മ വെറുതെ ഇരിക്കുന്നുണ്ടോ? ഇല്ലടേ, ഞാൻ പറയും. ഈ മാളൊരു കേക്ക് പറയും. അത്രയ്ക്ക് നീറ്റിലുണ്ടേ എനിക്ക്. നീയൊക്കെ ഈ വീട്ടിലേക്ക് കയറി വരുന്നത് വരെ അവനെ പോലെ നല്ല സ്വഭാവമുള്ള ഒരു ചെറുപ്പക്കാരനില്ലായിരുന്നു. ഓ, രണ്ടും കൂടെ ഇങ്ങോട്ട് കാലെടുത്ത് കുത്തി അവന്റെ കഴുത്തിൽ കയറും വീണു. ഇനി കാലനെ കയറുമായിട്ട് വരുന്നത് നോക്കിയാ മതി. മോളിതൊന്നും കേക്കണ്ട. മുത്തശ്ശി അങ്ങനെ പലതും പറയും. സ്വന്തം പേരക്കുട്ടിയോട് പോലും യാതൊരു കരുണയും ദയവും ഇല്ല. മോള് വാ. അപ്പച്ചി മോളെ, ഇതേ കുറച്ച് ഓറഞ്ചും ആപ്പിളും ഒക്കെ. അപ്പച്ചി കയറി വാ, ഞാൻ അമ്മയെ വിളിക്കാം. അമ്മേ, അമ്മേ, അപ്പച്ചി വന്നു. വാ, അപ്പച്ചുണ്ട്. അവരുടെ മൂത്ത മോൻ ജയിലിൽ കിടക്കുക. അതിന്റെ സങ്കടമെങ്കിലും ഒന്ന് കാണിക്കണേ.
ഇത് മതി അമ്മ. നീ എന്റെ മോള് തന്നെ. ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വരെ. കനകച്ചി ഇരിക്കെ. ഈ നല്ല മനസ്സ് അവനെ കാണാൻ കഴിയാതെ പോയി. അവനെ കോടതി ശിക്ഷിച്ചെന്നറിഞ്ഞപ്പോ ഇവളാ പറഞ്ഞത് കരുണേട്ടനോട് എങ്ങനെയെങ്കിലും കണ്ണൻ നിരപരാധിയാണെന്ന് തെളിയിക്കണമെന്ന്. അത് അവനോടുള്ള സ്നേഹം കൊണ്ടല്ല, ചേച്ചിയോടുള്ള സ്നേഹം കൊണ്ടാ. അത് പിന്നെ എനിക്ക് അറിയത്തില്ലേ. മോളും അതിലകത്തെ മരുമകളാകാൻ ഇതല്ലാതെ ദൈവത്തിന്റെ മുന്നിൽ വേറെ വഴികളില്ലായിരിക്കും. അതുകൊണ്ട് തന്നെയാ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. എന്റെ കാർത്തുമോൾ എന്നെ കാണാൻ വരുമ്പോ കൂടെ ഉണ്ണിയും വേണം. അതെന്റെ വാശിയാ. പിന്നെ മറ്റൊരു കാര്യം കൂടെ പറയാനാ ഞാൻ വന്നത്. ആ ചാക്കോച്ചൻ കട ഒഴിയണമെന്നാ പറയുന്നത്. ഒരു ദിവസം വീട്ടിൽ വന്ന് ചാക്കോച്ചൻ അതേപ്പറ്റി സംസാരിച്ചു. അയാള് നിന്നിടത്ത് തന്നെ നിൽക്കുക. ആരും ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് കണ്ണ. അന്യരല്ല, അടുത്ത ബന്ധുക്കൾ തന്നെയാ എന്നെ തകർക്കാൻ നോക്കുന്നത്. അതിൽ ഏതാണ്ട് അവർ വിജയിച്ചു കഴിഞ്ഞു. ഉണ്ണിയെ എന്റെ കാർത്തൂന് നഷ്ടപ്പെടുകൂടെ ചെയ്ത എല്ലായി. ജയിലിൽ എന്റെ കണ്ണേട്ടന് സമാധാനം കിട്ടണേ. ആഹാ പവിത്രേ, നിന്റെ കെട്ടിയും ജയിലിൽ നിന്ന് വന്നായിരുന്നു. നീ വാടി. മുളവാ. സംഭവം അങ്ങനെയാ. ഇന്നലെ വരെ എന്ത് നടന്നു അവർ നോക്കില്ല. ഇന്നെന്ത് സംഭവിക്കുന്നോ അതിനെപ്പറ്റി അവർ പറയൂ. ഞാൻ സാറിനൊന്ന് കാണാനായിട്ട് ഇരിക്കുമായിരുന്നു. അന്ന് ഒരുപാട് സഹായങ്ങൾ ചെയ്തു. എന്നിട്ടും മോള് കോടതിയിൽ വെച്ച് മോശമായി പെരുമാറിയത് സാഹചര്യം അതായിപ്പോയി. അതാ മോള്. അത് അമ്മ മാത്രം തീരുമാനിച്ചാ മതിയോ? കെട്ടാൻ പോകുന്നതേ എന്റെ മോന്. ഇവൻ തീരുമാനിച്ചു കഴിഞ്ഞു വിജിത മോളെ കൂട്ടിക്കൊണ്ടുവരാൻ. ആ പെങ്കൊച്ചാണെങ്കിലോ ഇങ്ങോട്ട് വരാൻ തയ്യാറായിട്ട് നിൽക്കുക. എന്നുവെച്ചാ മുറച്ചെറുക്കൻ മുറപ്പെണ്ണിനെ ഭാര്യയാക്കുന്നു. വേണ്ടാത്തത് മോഹിച്ചവരും മോഹിക്കാത്തവരും ഒക്കെ സദ്യയും കഴിച്ച് സലാം പറഞ്ഞങ്ങ് പോകും. കണ്ടിക്കേ വേണ്ടത്. പിന്നെ ആരും താലി കെട്ടില്ലല്ലോ. എന്താടി നോക്കുന്നത്? കേറിപ്പോടി. സ്വന്തം മോൻ ജയിലിൽ കിടക്കുമ്പോ ഒരമ്മമാര് ഇങ്ങനെയൊന്നും സംസാരിക്കില്ല. അമ്മയുടെ മുഖത്ത് അതിന്റെ ഒരു സങ്കടവും ഇല്ല. എന്നാ ഞാൻ കരയാടി, പൊട്ടിക്കരയാ. നീ പറഞ്ഞത് ശരിയാ. ആ സംഭവം അറിഞ്ഞപ്പോ ഞാനൊന്നും ഞെട്ടി. പിന്നെ എനിക്ക് വലിയ വേദനയൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴേ ഈ വീട് ഭരിക്കുന്നത് ഞാനാ. ഈ വീടിന്റെ മുഖ്യമന്ത്രി. അത് മനസ്സിലുണ്ടായ നിനക്കൊക്കെ ഇവിടെ പിഴച്ചു പോകാം. ഉണ്ണിയെ കെട്ടാൻ പോകുന്ന ഒരു മുതല്.
കാർത്തുന്റെയും കല്യാണം കണ്ണേട്ടന്റെ സ്വപ്നമാണെങ്കിൽ അത് നടക്കും. കണ്ണേട്ടൻ ജയിലിലല്ലേ? ഇനിയിപ്പോ പലരുടെയും ശബ്ദം ഉയരും. അതൊക്കെ കണ്ടില്ല കേട്ടില്ല നടിക്കുന്നതാ നല്ലത്. പിന്നെ പവിത്രയെടുത്തി എന്തിനാ പ്രതികരിച്ചത്? എന്നെ ആരും എന്തും പറഞ്ഞോട്ടെ മോളെ. എന്നാ നിന്നെ കുറ്റപ്പെടുത്തുമ്പോ ഞാൻ മൗനമായിട്ട് നിന്നാ നാളെ കണ്ണേട്ടം വരുമ്പോ ചോദിക്കും, എന്റെ കുഞ്ഞിനെ കുടുംബത്തുള്ളവർ കുത്തുവാക്ക് പറഞ്ഞപ്പോ നീ എന്താ മിണ്ടാതെ നിന്നേന്ന്. നമ്മള് കരഞ്ഞാലും എന്റെ കാർത്തുന്റെ കണ്ണ് നിറയരുതെന്നേ കണ്ണേട്ടം പറഞ്ഞിട്ടുള്ളൂ. പവിത്രയെടുത്തി എന്തിനാ പ്രതികരിച്ചത്? എന്നെ ആരും എന്തും പറഞ്ഞോട്ടെ മോളെ. എന്നാ നിന്നെ കുറ്റപ്പെടുത്തുമ്പോ ഞാൻ മൗനമായിട്ട് നിന്നാ നാളെ കണ്ണേട്ടം വരുമ്പോ ചോദിക്കും, എന്റെ കുഞ്ഞിനെ കുടുംബത്തുള്ളവർ കുത്തുവാക്ക് പറഞ്ഞപ്പോ നീ എന്താ മിണ്ടാതെ നിന്നേന്ന്. നമ്മള് കരഞ്ഞാലും എന്റെ കാർത്തുന്റെ കണ്ണ് നിറയരുതെന്നേ കണ്ണേട്ടം പറഞ്ഞിട്ടുള്ളൂ. കണ്ണേട്ടം പോയതോടെ തൊഴുത്ത് വൃത്തിയാക്കാനും പശുക്കളെ നോക്കാനും ആളില്ലാതായി. ദേ വിളിക്കുന്ന വിളി കേട്ടില്ലേ? വൈക്കോലിട്ട് കൊടുക്കാൻ സമയായി. അതുകൊണ്ടാ വിവാഹശേഷവും മോളിവിടെ തന്നെ വേണമെന്ന് മോടെ ഏട്ടൻ ആഗ്രഹിച്ചത്. അത് തന്നെയാ ഏട്ടത്തിയുടെയും ചിന്ത. മോളും ഉണ്ണിയും ഒന്നിക്കും എത്രയും പെട്ടെന്ന്. കരുണമ്മ മറിഞ്ഞ വലയില് ഉണ്ണി ഒരിക്കലും കുടുങ്ങാൻ പാടില്ല. ഇവിടെ നടന്ന സംഭവങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു. ഉണ്ണിക്ക് അവകാശപ്പെട്ട പെൺകുട്ടിയാ കാർത്തു. നിങ്ങൾ നാളെ ഒന്നിക്കേണ്ടവരുവാ. പിന്നെ എന്തുകൊണ്ടാ ഉണ്ണി അവളെ ഭയപ്പെടുത്തിയതെന്ന് അറിയില്ല. ഞാനാരെയും ഭയപ്പെടുത്തിട്ടില്ല. വാതിലിൽ മുട്ടി വിളിച്ചു. അവൾക്കരികിൽ നിന്ന് കുറച്ചു നേരം സംസാരിച്ചു. അവളെ ഒന്ന് തൊട്ടു. അതത്ര വലിയ തെറ്റാണെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ അവളത് വലിയ വിഷയമാക്കിയതും അങ്ങനൊരു നാടകം കളിച്ചതും എനിക്ക് തല്ല് വാങ്ങി തന്നതും അവളുടെ മനസ്സിൽ ഇപ്പൊ ഞാനില്ലാത്തതുകൊണ്ടാ. പിന്നെ അവളുടെ മനസ്സിലിപ്പോ ആരാ? അത് അവൾക്ക് അനിയനും ചേർന്നു എന്നറിഞ്ഞ ജയിലിൽ കിടക്കുന്ന ആൾക്ക് സന്തോഷാവുമല്ലോ. നിന്റെ ചോദ്യങ്ങൾക്കും സംസാരത്തിനും ഞാനിപ്പോ മറുപടി ഒന്നും പറയുന്നില്ല. എന്നാ എനിക്കൊരു അപേക്ഷയുണ്ട്. അത് വേണമെങ്കിൽ നിനക്കൊരു യാചനയായിട്ട് കൂട്ടാം. കണ്ണേട്ടൻ എന്നും ആഗ്രഹിച്ചത് ഉണ്ണിയും കാർത്തും തമ്മിലുള്ള കൂടിച്ചേരല. ഇപ്പൊ ഓരോരോ വാഗ്ദാനങ്ങൾ തന്ന് അടുത്തുകൂടിയവരുടെ വാക്ക് കേട്ട് ജയിലിൽ നിന്ന് മടങ്ങി വരുന്ന കണ്ണേട്ടനെ നീ വേദനിപ്പിക്കരുത് ഉണ്ണി. ഞാൻ സഹിക്കും. ചിലപ്പോ കണ്ണേട്ടനും. എന്നാ നിന്നെ ഉണ്ണി വിട്ടുകളഞ്ഞ അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല മോളെ. എനിക്കറിയാം നിനക്കെന്നെ ഇഷ്ടമല്ലെന്ന്. നിന്റെ മനസ്സിൽ ആരാണെന്നും എനിക്കറിയാം. പിന്നെന്തിനാ എല്ലാരും എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കും? ഉണ്ണിയേട്ടൻ ഉണ്ടാക്കി തരണം. ഇവിടെ പുറത്ത് അമ്പലമുണ്ട്, അകത്ത് പൂജാമുറിയും ഉണ്ട്. എന്നാ വീട്ടിൽ നിന്ന് ദൈവം പടിയിറങ്ങിപ്പോയി. ഇനി മടങ്ങി വരുന്നത് വരെ ഇതിനകത്ത് ഇരുട്ടായിരിക്കും. അതുകൊണ്ടാ മടക്കി കൊണ്ടുവരാൻ പറയുന്നത്.
മോശമായി സംസാരിച്ചോ? ഇനി എന്ത് മോശമായിട്ട് സംസാരിക്കാനാ ഏടത്തി? ഇപ്പൊ നമ്മൾ കാണുന്നത് പഴയ ഉണ്ണിയേട്ടനെ അല്ല. അങ്ങനെ ഒരാൾക്ക് മുന്നിൽ ചെന്ന് നിന്ന് ചെറുതാവുന്നതാ. എനിക്ക് വേണ്ടി ബാധിക്കുന്നതാ എന്റെ സങ്കടം. ഇനി ഒരിക്കലും ഞാൻ ഉണ്ണിയേട്ടന് വേണ്ടി കാത്തിരിക്കില്ല എന്ന് പറഞ്ഞില്ലേ? ഏടത്തെയും കണ്ണേട്ടനും ഉണ്ണിയേട്ടന്റെ മനസ്സ് മാറ്റിയാലും എനിക്കിനി ആ ഭാഗ്യം വേണ്ട. വേറെ ആൾക്കാരുണ്ട്. എനിക്ക് എന്റെ മറുപെണ്ണിനെ മതി. എന്നെ സ്നേഹിക്കുന്ന എന്റെ മറുപെണ്ണിനെ. മുമ്പിൽ കാണുന്നുണ്ട്. അവിടെ കരുണമാമ എന്നെ അറിയിക്കുകയും ചെയ്തു. അതുകൊണ്ട് ഉണ്ണി നന്ദിയോട് കാട്ടിയ അയാൾക്ക് പകരക്കാരനാവാൻ ഞാൻ തയ്യാറാണെന്നും പറയണം. ശരി. ഞാൻ തട്ടിത്തെറിപ്പിക്കില്ല. നിങ്ങളാണ് ഒന്നിക്കേണ്ടവർ. അതാണ് ശരിയായ ബന്ധവും. ഇതൊക്കെ എന്നോടല്ല, കണ്ണേട്ടനെ കാണാൻ പോകുമ്പം ഏട്ടനോടാ പറയേണ്ടത്. ആ സമയത്ത് മാറി ചിന്തിക്കാതിരുന്നാ മതി. വിലയ്ക്ക് വാങ്ങാൻ ഒരുപാട് പേര് കാണും. എന്നാൽ ഉള്ളിൽ തട്ടിയ സ്നേഹം ഒരിക്കലും വില കൊടുത്ത് വാങ്ങാൻ പറ്റില്ല ഉണ്ണി. എനിവേസ്, അവള് സമ്മതിക്കുമെങ്കിൽ ഞാനൊന്നും ചിന്തിക്കാം. തൽക്കാലം അവളെ ഫോഴ്സ് ചെയ്ത് എന്റെ ഭാര്യയാക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല. അവളുടെ കണ്ണ് നനയുന്നത് കാണുന്നതിനും നല്ലത് ഞാൻ എന്റെ തല തല്ലി പൊളിക്കുന്നല്ലോടി. ഞാനൊന്ന് ശ്രമിച്ചു നോക്കാം. നടക്കുമെന്നറിയില്ല. പോയിട്ട് വരും കണ്ണേട്ടാ. മതിലകത്ത് മരുമോളാ പവിത്രേട്ടത്തി. ആരാടി? ആഹാ, ഇതാരാ വന്നിരിക്കുന്നേ?
കെട്ടിയോനെ ജയിലിൽ നിന്ന് ഇറക്കണോന്ന് പറയാൻ വന്നതാണോ? അതൊന്നും ഇവർക്കൊരു പ്രശ്നമല്ലമ്മേ. കെട്ടിയോൻ ജയിലിൽ കിടന്നാലും അയാളെ തൂക്കിക്കൊന്നാലും ഇവർക്കൊരുപോലെ. ഉണ്ണിയേട്ടൻ അവിടെ ഒരുത്തിയെ കെട്ടണം. അതാ ഇപ്പോഴത്തെ ആവശ്യം. അത് മറ്റാരേക്കാളും ആവശ്യം നിനക്കാണെന്നൊക്കെ എനിക്ക് അറിയാവിടെ. അവള് ഗജകേസരി യോഗം ഉള്ളവളാണോടി? നല്ല സമയത്ത് ജനിച്ചവളാണോ? കർക്കിടകത്തിലെ കറുത്തവാവിനെങ്ങാനും ജനിച്ചവളായിരിക്കോള്. പിന്നെ ഈ നിൽക്കുന്ന ഉരുപ്പടിയോ? എടി, ഭർത്താക്കന്മാര് ജീവിച്ചിരിക്കുമ്പോ അവരുടെ പെണ്ണുങ്ങൾ വഴിതെറ്റിപ്പോയാ ഒന്നുകിൽ അവര് മരിക്കും, അല്ലെങ്കിൽ ദാ ഇതുപോലെ ജയിലിലാകും. അങ്ങനെ വഴിതെറ്റിപ്പോയെങ്കിൽ ആ കഥ ഞാനോടൊന്ന് കേൾക്കട്ടെ. എനിക്കറിയാൻ വയ്യാത്തോണ്ടാ വെപ്പിച്ചത് കരുണമാമ തന്നെയാ. അത് കണ്ണേട്ടനും അറിയാം, ഞങ്ങൾക്കെല്ലാവർക്കും. ആണുങ്ങൾ നന്നാവുന്നതിലും മോശമാവുന്നതിലും കൂടെ കഴിയുന്ന പെണ്ണുങ്ങൾക്കും പങ്കുണ്ട്. അതുകൊണ്ട് എന്നെ പറയുന്നത് സ്വയം പറയുന്നത് തന്നെയാ നല്ലത്. വീട്ടിൽ കയറി വന്ന് അനാവശ്യം പറയുന്നോടി. നേർക്ക് നേരെ ഒന്ന് സംസാരിക്കുന്നോ? ഇങ്ങോട്ട് വന്നത് എന്റെ കാർത്തുവിന് വേണ്ടി യാചിക്കാനാ. ആ നേരത്തെ ചങ്കിക്കൊള്ളുന്ന വർത്തമാനം പറഞ്ഞോ? ഇനിയും തിരിച്ചു അതാ ഇവരുടെ സംസ്കാരം. സംസാരിക്കാൻ അവസരം തന്നപ്പോ നീ നിന്റെ തറവാട്ട് ഗുണം കാണിക്കുന്നോടി. പോടി, ഇറങ്ങി പോടി. നിന്നോട് പോകാനില്ല പറഞ്ഞു. ഇവള് വിളഞ്ഞ വിത്താണല്ലോ അമ്മേ. വിളഞ്ഞവളെ വാടിക്കരിയണം. അതിനി മോളുടെ മിടുക്ക് പോലെ ഇരിക്കും. അതെ, അമ്മ പറഞ്ഞത് കേട്ടല്ലോ. ആ